ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫ്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ലൈഫ് ഒരിക്കലും വേറൊരാൾക്ക് വേണ്ടി നമ്മൾ വേണ്ടാന്ന് വെക്കരുത്. അതായത് നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും നമ്മളത് ഫേസ് ചെയ്ത് നമ്മൾ ജീവിക്കണം. കാരണം നമുക്കെല്ലാവർക്കും ഓരോ ലൈഫ് കിട്ടിയത് അത് നല്ല ഫുള്ളായിട്ട് ജീവിക്കാനാണ്. അപ്പം അങ്ങനെയുള്ള, ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പല കാര്യങ്ങളും, ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇന്നങ്ങ് വേണ്ട, ഇനിയും ഉള്ള ജീവിക്കേണ്ട എന്നൊക്കെ നമുക്ക് തോന്നും. ഓരോ സമയത്തും നമ്മളെപ്പോഴും ഇപ്പം നമുക്ക് കാണുന്ന ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പറയുന്ന പോലെ നമ്മൾ പേരൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ശരിക്കും അതൊരു കാര്യം തന്നെയാണ്. പലപ്പോഴും കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ പേരൻസ് വലുതായിട്ട് ബോധമില്ല. കാരണം അവർ നമ്മളെ പറഞ്ഞു വിട്ടു, അവർക്കിനിയും നമ്മളെ കൊണ്ടൊന്നും അവർക്ക് പറ്റത്തില്ല, നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മെജോറിറ്റി അല്ല, ഞാൻ പറഞ്ഞ ഒരു നല്ല പെർസെൻറ്റേജും പക്ഷെ അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും ആരെങ്കിലും ഒക്കെ നമ്മളെ കണ്ടുപിടിച്ച് വെക്കണം. ഞാൻ പറഞ്ഞ വേറൊരു റിലേഷൻ്റെ കാര്യമൊന്നുമല്ല, പക്ഷെ ഒന്നെങ്കിലും നമുക്ക് മക്കൾ വലുതായെങ്കിൽ അവരോട് പറയാം, അല്ലെ നമുക്ക് സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അല്ലെ കസിൻസ് ആയിട്ട് ആരെങ്കിലും, അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. കാരണം നമ്മൾ പൊതുവേ പറയുന്നത്, നമ്മളിപ്പോൾ ആരോടെങ്കിലും പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ളതല്ല, നമുക്കിപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണം. ആ ഒരു പ്രശ്നം വന്ന്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് എന്തെങ്കിലും രീതിയിൽ നമ്മളെ, ഞാൻ പറഞ്ഞ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ നടക്കുന്ന ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളുടെ കാര്യമൊന്നുമല്ല, പക്ഷേ ശരിക്കും ആ മറ്റേ ആളുടെ ഇൻറ്റൻഷൻ നമ്മുടെ ലൈഫ് നശിപ്പിക്കുക എന്നുള്ള ഒരു ഇൻറ്റൻഷനിലാണ് നമ്മളെ എല്ലാ കാര്യത്തിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് തിരിച്ച് അങ്ങോട്ടൊരു ആക്ഷൻ എടുക്കണം. നമ്മൾ ആരെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യുക, അല്ലാതെ ഇപ്പം ഒന്ന് ജസ്റ്റ് നമ്മൾ സ്കൂളിൽ പഠിച്ച ആരെങ്കിലും ഫ്രണ്ട്സ്. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, സ്ത്രീകളോട് മാത്രമേ ഒരു കൂട്ടിന് പോകാവൂ. അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ച ഒരു സ്ത്രീ ഒരിക്കലും വേറൊരു പുരുഷനോട് പോയി സംസാരിച്ച് ഹെൽപ്പ് എടുക്കാൻ നോക്കില്ല. കാരണം അവിടെ നിങ്ങളെ ചിലപ്പോൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്തെന്നിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കൂളിൽ പഠിച്ച, നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങളുടെ കൂടെ പഠിച്ച ആരെങ്കിലും ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സ്, നിങ്ങളുടെ കൂടെ സ്കൂളിൽ പോയി വന്ന ആരെങ്കിലും, ആരുടെയെല്ലാം നമ്പറുണ്ട്, അവരെ വിളിച്ചിട്ട് പറയും എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പം എൻ്റെ നമ്പർ വേണമെങ്കിൽ എനിക്ക് തരാൻ പറ്റും. ജസ്റ്റ് നമുക്കൊരു 5 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ജീവിക്കണ്ട എന്ന് തീരുമാനിച്ചതിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. വളരെ ചെറിയ സെക്കൻഡ്സിലുള്ള ഒരു തീരുമാനമായിരിക്കും എളുപ്പം നമ്മൾ ചിന്തിക്കുന്നത്, പക്ഷെ അതിൽ നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരാൻ പറ്റും. അപ്പം അങ്ങനെ ആരെയും നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടു. അപ്പം നമ്മൾ പലപ്പോഴും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ സഹിക്കണം, ആരോടും ഒന്നും പറയാൻ പാടില്ല, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഭൂമിയോളം ക്ഷമിക്കണം. അപ്പം നമ്മൾ ക്ഷമിക്കുന്നതൊക്കെ നല്ല, നമുക്ക് പല കാര്യത്തിലും നമുക്ക് ലൈഫിൽ പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമ്മുടെ ഫിസിക്കലി അല്ലെ മെൻ്റലി നമ്മളെ ടോർച്ചർ ചെയ്യുന്ന ഒരു കാര്യം സഹിക്കലല്ല. അതൊരിക്കലും അങ്ങനെ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന്, അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ നമ്മുടെ കൂടെ പഠിച്ചവർ, അല്ലെ നമ്മുടെ നെയ്ബേഴ്സായിട്ടുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ വീട്ടിലുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ ഫാദറിൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും, നമ്മുടെ കൂടെ ചെറുപ്പത്തിൽ കസിൻസായിട്ട് വളർന്ന ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മക്കൾ, അവരോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. കാരണം നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ വഴി ഒരുക്കിക്കൊണ്ട് പോകണം. പലപ്പോഴും നമ്മൾ അങ്ങനെ ആരും നമുക്ക് വേണ്ടി ഒരു വഴി ഒരുക്കി തരാൻ വില്ലിങ് ആയിരിക്കത്തില്ല. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മളെ വീട്ടിൽ ഹെൽപ്പ് ചെയ്തില്ല, അതൊക്കെ ഓക്കെ. പക്ഷെ എന്ന് പറഞ്ഞാലും നമ്മളെ മെൻ്റലി ഫിസിക്കലി ടോർച്ചർ ചെയ്യുന്ന ഒരു കാര്യത്തിലും നമ്മൾ വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമില്ല. അതിപ്പം ഉടനെ പോലീസിനെ വിളിക്കണമെന്നുള്ളത് അത് വേറെ കാര്യം. പക്ഷെ അങ്ങനല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ആദ്യം മുതലേ നമ്മുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു മടിയും കാണിക്കരുത്. നമുക്കൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഹെൽപ്പ് എടുത്തിരിക്കണം. നമ്മൾ ആ വിളിക്കുന്ന ഒരാളോട് കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നമുക്ക് ആ ചിന്ത അങ്ങ് മാറിപ്പോവും. എനിക്ക് തോന്നുന്നു പലരും ഇതുപോലെ ജീവിതം അവസാനിപ്പിക്കാൻ ചിന്തിച്ചവരെല്ലാം കൂടുതലും തന്നെ കുറച്ച് സെക്കൻഡ്സിൽ തോന്നി ആ ചിന്ത മാറ്റത്തെക്കൊണ്ട് അവർ ആരെങ്കിലും ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിൽ നിന്ന് അവർ മാറിപ്പോയേനും. കാരണം അതിൻ്റെ ആക്ച്വലി അവർക്കൊരാവശ്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് എന്തുകൊണ്ടോ തോന്നി അവരങ്ങനെ അങ്ങ് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും തന്നെ നമ്മളെ ഒരിക്കലും വേറൊരാൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം വേണ്ട, അല്ലെങ്കിൽ നിർത്തുക എന്നൊരിക്കലും നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കുക തന്നെ വേണം. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുക തന്നെ വേണം. കാരണം നമുക്ക് അതിനുള്ള സ്ട്രെങ്ത് നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്.
ആരുടെ മുമ്പിലും നമ്മൾ തോറ്റു, നമ്മൾ ഇല്ലാതായി, അതുകൊണ്ട് ഒരിക്കലും നമുക്കൊരു പ്രയോജനമില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു. പക്ഷെ അതേസമയം നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവർക്കൊരു പേടിയാവും. ഓക്കെ, ഈ വ്യക്തിയെ നമുക്കിനിയും അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല, ആ വ്യക്തി വളരെ സ്ട്രോങ് ആണ്. സ്ത്രീകൾ ശരിക്കും വന്നാൽ ഞാൻ പറഞ്ഞ ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു 1-2 മക്കളെയൊക്കെ പ്രസവിച്ച് സ്ത്രീകൾ എന്തോരം വേദന എടുത്തായിരിക്കും പ്രസവിച്ച്, അല്ലെ വേറെ അത് വളർത്താനുള്ള ബുദ്ധിമുട്ടില്ല. ഇതെല്ലാം പെയിൻ എടുക്കാനുള്ള കഴിവുള്ളവർ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ഒരു മനുഷ്യൻ്റെ ഒരു കോമാളിത്തരത്തിന് മുമ്പിൽ നമ്മൾ ജീവിക്കേണ്ടെന്ന് വെക്കുന്നു? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം, അവരുടെ ഫാമിലിയുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം. ജോലി ഉണ്ടെന്ന് നന്നായിട്ട് ചെയ്യണം. ജോലി ഇല്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു വഴി കണ്ടുപിടിക്കുക. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും തോൽക്കരുത്, നമ്മൾ ജീവിച്ച് തന്നെ കാണിക്കണം. അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. എനിക്ക് എന്തായാലും ഇങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് പോകും. നമ്മൾ ഹെൽപ്പ് വേണ്ടെടുത്ത് ഹെൽപ്പ് എടുക്കും, സപ്പോർട്ട് വേണ്ടെടുത്ത് സപ്പോർട്ട് എടുക്കും. അങ്ങനെ തന്നെ ചെയ്ത് നല്ലതായിട്ട് ജീവിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഒരിക്കലും നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുപോകാൻ നോക്കരുത്. അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതോടൊപ്പം തന്നെ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് നല്ല നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ വീഡിയോസ് ഇടണം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെയും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ബൈ.